ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡി വിത്ത് മീഡിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നവോത്ഥാനത്തെക്കുറിച്ചാണ്, റിനൈസൻസ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇറ്റാലിയൻ നഗരരാഷ്ട്രങ്ങളിൽ 14-15 നൂറ്റാണ്ടുകളിൽ 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഉടലെടുത്ത സാംസ്കാരികവും ദൈക്ഷണികപരവുമായ ഉണർവാണ് നവോത്ഥാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തിന് കാരണമായി. മധ്യകാലഘട്ടത്തിൻ്റെ അന്ത്യവും ആധുനിക കാലഘട്ടത്തിൻ്റെ തുടക്കവുമായ വർഷം 1453 നവോത്ഥാനം ഉടലെടുത്തത് ഇറ്റലിയിലാണ്. നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഇറ്റലിയാണ്. മധ്യകാല ജീവിതത്തിൽ നിന്ന് ആധുനികകാല ജീവിതത്തെ വേർതിരിക്കുന്ന നവോത്ഥാന കാലത്ത് രൂപപ്പെട്ടു വന്ന ചില പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ മുഖമുദ്രകൾ എന്ന് പറയുന്നത് അന്വേഷണ കൗതുകം, വിമർശന ബുദ്ധി, യുക്തിചിന്ത, പ്രാദേശിക ഭാഷകളുടെ വളർച്ച, മാനവികത, മനുഷ്യനാണ് എല്ലാം എന്ന സങ്കല്പം, കൂടാതെ മതേതരത്വം, സാഹസിക മനോഭാവം. അപ്പോൾ ഇറ്റലിയിൽ 14-15 നൂറ്റാണ്ടുകളിൽ ഉടലെടുത്ത സാംസ്കാരികവും ദൈക്ഷണികപരമായ ഉണർവാണ് നവോത്ഥാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതാണ് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തിന് കാരണമായത്. നവോത്ഥാനം ഉടലെടുത്തത് ഇറ്റലിയിലാണ്. നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഇറ്റലിയാണ്. മധ്യകാല ജീവിതത്തിൽ നിന്ന് ആധുനിക കാല ജീവിതത്തെ വേർതിരിക്കുന്ന നവോത്ഥാന കാലത്ത് രൂപപ്പെട്ട ചില പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ നവോത്ഥാന കാലത്തിൻ്റെ മുഖമുദ്രകൾ എന്ന് പറയുന്നത് അന്വേഷണ കൗതുകം, വിമർശന ബുദ്ധി, യുക്തിചിന്ത, പ്രാദേശിക ഭാഷയുടെ വളർച്ച, മാനവികത, മതേതരത്വം, സാഹസിക മനോഭാവം എന്നിവയാണ്. മനുഷ്യജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടാണ് മാനവികത. നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മാനവതാവാദമാണ്. നവോത്ഥാനത്തിൻ്റെ ഹൃദയവും ആത്മാവുമായി അറിയപ്പെടുന്നത് മാനവതാവാദമാണ്. യൂറോപ്പ് ആധുനികതയിലേക്ക് കുതിക്കാനുള്ള കാരണം നവോത്ഥാനമാണ്. നവോത്ഥാനം എന്ന വാക്കിനർത്ഥം ജ്ഞാനോദയം അല്ലെങ്കിൽ ബുദ്ധിപരമായ ഉണർവ് എന്നാണ്. മാനവികതയിലൂടെ മനുഷ്യജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൃഷ്ടിക്കപ്പെട്ട പുത്തൻ ഉണർവ് അറിയപ്പെടുന്നതാണ് നവോത്ഥാനം എന്ന്. അപ്പോൾ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മാനവതാവാദം. നവോത്ഥാനത്തിൻ്റെ ഹൃദയവും ആത്മാവുമായി അറിയപ്പെടുന്നത് മാനവതാവാദമാണ്. യൂറോപ്പ് ആധുനികതയിലേക്ക് കുതിക്കാനുള്ള കാരണം നവോത്ഥാനമാണ്. നവോത്ഥാനം എന്ന വാക്കിനർത്ഥം ജ്ഞാനോദയം, ബുദ്ധിപരമായ ഉണർവ് എന്നാണ്. മാനവികതയിലൂടെ മനുഷ്യജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും സൃഷ്ടിക്കപ്പെട്ട പുത്തൻ ഉണർവ് അറിയപ്പെടുന്നതാണ് നവോത്ഥാനം എന്ന്. മാനവികതയായിരുന്നു നവോത്ഥാനത്തിൻ്റെ മുഖമുദ്ര. ഇറ്റലിയിൽ നവോത്ഥാനം ഉടലെടുക്കാനുള്ള പ്രധാന കാരണം ഇറ്റലിയുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതി അല്ലെങ്കിൽ ഉണർവാണ്. നവോത്ഥാനത്തിൻ്റെ പ്രധാന ഫലങ്ങൾ രാഷ്ട്രങ്ങളുടെ ഉയർച്ച, പ്രാദേശിക ഭാഷയുടെ വളർച്ച, നവോത്ഥാനം സൃഷ്ടിച്ച അന്വേഷണ തീക്ഷ്ണത, സാഹസിക മനോഭാവം. അപ്പോൾ നവോത്ഥാനത്തിൻ്റെ മുഖമുദ്ര മാനവതാവാദമാണ്. ഇറ്റലിയിൽ നവോത്ഥാനം ഉടലെടുക്കാനുള്ള പ്രധാന കാരണം ഇറ്റലിയുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ പുരോഗതിയാണ്. നവോത്ഥാനത്തിൻ്റെ പ്രധാന ഫലങ്ങൾ രാഷ്ട്രങ്ങളുടെ ഉയർച്ച, പ്രാദേശിക ഭാഷയുടെ വളർച്ച, നവോത്ഥാനം സൃഷ്ടിച്ച അന്വേഷണ തീക്ഷ്ണത, സാഹസിക മനോഭാവം എന്നിവയാണ്. നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പെട്രാർക്കാണ്. ഇദ്ദേഹം ജീവിച്ചിരുന്നത് AD 1305 മുതൽ 1374 വരെയുള്ള കാലഘട്ടത്തിലാണ്. നവോത്ഥാന കാലത്തെ പ്രധാന സാഹിത്യകാരനാണ് ഡാൻറ്റെ. നവോത്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ഡാൻറ്റെയാണ്. അപ്പോൾ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? നവോത്ഥാനത്തിൻ്റെ പിതാവ് പെട്രാർക്കാണ്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം AD 1305 മുതൽ 1374 വരെയാണ്. നവോത്ഥാന കാലത്തെ പ്രധാന സാഹിത്യകാരന്മാരിൽ ഒരാളായിരുന്നു ഡാൻറ്റെ. നവോത്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നതും ഡാൻറ്റെയാണ്. നവോത്ഥാന സാഹിത്യത്തിന് തുടക്കം കുറിച്ച കൃതിയാണ് ഡാൻറ്റെയുടെ ഡിവൈൻ കോമഡി. അപ്പോൾ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച കൃതി ഏതാണ്? ഡാൻറ്റെയുടെ ഡിവൈൻ കോമഡിയാണ്. ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെയും കത്തോലിക്ക സഭ അന്ധവിശ്വാസത്തെയും നിശിതമായി എതിർത്ത കൃതിയാണ് ഡിവൈൻ കോമഡി. അപ്പോൾ നവോത്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ഡാൻറ്റെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് ഡിവൈൻ കോമഡി. ഡോൺ ക്വിക്സോട്ട് രചിച്ച സെർവൻസ് ആണ് സ്പെയിനിൽ നവോത്ഥാന സാഹിത്യത്തിൻ്റെ സംരംഭകൻ. അപ്പോൾ സ്പെയിനിൽ നവോത്ഥാന സാഹിത്യത്തിന് തുടക്കം കുറിച്ചത് ആരുടേതാണ്? ഡോൺ ക്വിക്സോട്ട് രചിച്ച സെർവൻസ് ആണ് സ്പെയിനിൽ നവോത്ഥാന സാഹിത്യത്തിന് തുടക്കം കുറിച്ചത്.
നവീകൃതമായ ഒരു സഭയുടെയും സമൂഹത്തിൻ്റെയും ചിത്രമാണ് സർ തോമസ് മൂർ ഉട്ടോപ്യയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ സർ തോമസ് മൂറിൻ്റെ കൃതിയാണ് ഉട്ടോപ്യ. കരോലിഞ്ചിയൻ നവോത്ഥാനം. കരോലിഞ്ചിയൻ നവോത്ഥാനത്തെക്കുറിച്ച് വിശദമായി നമ്മൾ റോമൻ സംസ്കാരം പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് നോക്കാം. 8-9 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ വളർന്നു വന്ന സാംസ്കാരികവും ഭൗതികവുമായ ഉണർവിനെ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് കരോലിഞ്ചിയൻ നവോത്ഥാനം എന്നാണ്. ഷാലമീൻ ചക്രവർത്തിയുടെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമി ലൂയിയുടെയും കാലഘട്ടത്തിലാണ് ഈ നവോത്ഥാനം പ്രധാനമായും നടന്നത്. സാമ്രാജ്യത്തിലെ സന്യാസി മഠങ്ങളും കത്തീഡ്രലുകളും സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം ജനങ്ങൾക്ക് നൽകണമെന്ന കൽപ്പന പുറപ്പെടുവിച്ച ഭരണാധികാരിയായിരുന്നു കരോലിഞ്ചിയൻ വംശജനായ ഷാലമീൻ. നവോത്ഥാന കാലത്തെ രാഷ്ട്രീയ ചിന്തകരിൽ പ്രമുഖരായിരുന്നു ഇറ്റലിക്കാരനായ നിക്കോളോ മാക്കിയവെല്ലി. മാക്കിയവെല്ലിയുടെ ദ പ്രിൻസ് ഈ കാലഘട്ടത്തിലെ ഒരു ഉത്തമ സൃഷ്ടിയാണ്. രാജാവ് ഒരേ സമയം സിംഹവും കുറുക്കനുമായിരിക്കണമെന്ന ചാണക്യതന്ത്രം മാക്കിയവെല്ലിയുടെ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്നു. രാഷ്ട്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മാക്കിയവെല്ലിയാണ്. അപ്പോൾ നവോത്ഥാന കാലത്തെ രാഷ്ട്രീയ ചിന്തകരിൽ പ്രമുഖനായിരുന്നു ഇറ്റലിക്കാരനായ നിക്കോളോ മാക്കിയവെല്ലി. മാക്കിയവെല്ലിയുടെ ദ പ്രിൻസ് ഈ കാലഘട്ടത്തിലെ ഉത്തമ സൃഷ്ടിയാണ്. രാജാവ് ഒരേ സമയം സിംഹവും കുറുക്കനുമായിരിക്കണമെന്ന ചാണക്യതന്ത്രം മാക്കിയവെല്ലി ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിരുന്നു. രാഷ്ട്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? മാക്കിയവെല്ലിയാണ്. ആധുനിക രാഷ്ട്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മാക്കിയവെല്ലിയാണ്. നവോത്ഥാന കാലത്ത് ഇംഗ്ലണ്ടിൽ ജനിച്ച വ്യക്തിയാണ് ഷേക്സ്പിയർ. നമ്മളിനി അടുത്ത കലാകാരനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഷേക്സ്പിയറാണ്. നവോത്ഥാന കാലത്ത് ഇംഗ്ലണ്ടിൽ ജനിച്ച വ്യക്തിയാണ് ഷേക്സ്പിയർ. ഷേക്സ്പിയർ ജനിച്ചത് 1564 ഏപ്രിൽ 23-നാണ്. 1614 ഷേക്സ്പിയർ അന്തരിച്ചു. ഷേക്സ്പിയറുടെ ജന്മദിനമായ ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി ആചരിക്കുന്നു. അപ്പോൾ നവോത്ഥാന കാലത്ത് ഇംഗ്ലണ്ടിൽ ജനിച്ച വ്യക്തിയാണ് ഷേക്സ്പിയർ. ജനിച്ചത് എന്നാണ്? 1564 ഏപ്രിൽ 23 ജനിച്ച് 1614 മരിക്കുകയും ചെയ്തു. ഏപ്രിൽ 23 എന്തായിട്ടാണ് ആചരിക്കുന്നത്? ലോക പുസ്തക ദിനമായി ആചരിക്കുന്നു. ഷേക്സ്പിയറുടെ പ്രധാന കൃതികളാണ് ജൂലിയസ് സീസർ, ഹാംലെറ്റ്, ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര, റോമിയോ ആൻഡ് ജൂലിയറ്റ്, ദി ടെംപസ്റ്റ്, കിങ് ലെയർ, മർച്ചൻ്റ് ഓഫ് വെനീസ്, ഒഥല്ലോ എന്നിവ. ഏവോലിനെ എന്നറിയപ്പെടുന്ന കവിയാണ് വില്യം ഷേക്സ്പിയർ. നവോത്ഥാന കാലത്ത് ജീവിച്ചിരുന്ന മറ്റൊരു കലാകാരനാണ് ജെഫ്രി ചോസർ. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1466 മുതൽ 1536 വരെയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് കാൻ്റർബറി കഥകൾ. അപ്പം ഏവോലിനെ എന്നറിയപ്പെടുന്ന കവി വില്യം ഷേക്സ്പിയറാണ്. മറ്റൊരു കവിയാണ് ജെഫ്രി ചോസർ. ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് കാൻ്റർബറി കഥകൾ. നവോത്ഥാന കാലത്ത് ജീവിച്ചിരുന്ന മറ്റൊരു സാഹിത്യകാരനാണ് ഇറാസ്മസ്. ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് വിഡ്ഢിത്തത്തിന് സ്തുതി, ഇൻ പ്രൈസ് ഓഫ് ഫോളി. കത്തോലിക്ക സഭ വിശുദ്ധനായി വണങ്ങുന്ന സെന്റ് തോമസ് മൂറിനോട് അടുത്ത് താമസിക്കുകയാണ് ഈ രചന ഇറാസ്മസ് നിർവഹിച്ചത്. മാനവികതാവാദകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഇറാസ്മസാണ്. അപ്പം ഇറാസ്മസിൻ്റെ പ്രധാനപ്പെട്ടൊരു കൃതിയാണ് വിഡ്ഢിത്തത്തിന് സ്തുതി, ഇൻ പ്രൈസ് ഓഫ് ഫോളി. കത്തോലിക്ക സഭ വിശുദ്ധനായി വണങ്ങുന്ന സെന്റ് തോമസ് മൂറിനോട് അടുത്ത് താമസിക്കുകയാണ് അദ്ദേഹം ഈ രചന നടത്തിയത്. മാനവികവാദകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഇറാസ്മസാണ്. പെട്രാർക്കിൻ്റെ പ്രശസ്ത കൃതികളാണ് സീക്രട്ടം, ലോറയ്ക്കുള്ള 200-ൽ പരം ഗീതികൾ. പോർച്ചുഗൽ നവോത്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് കമീൻ്റെ പ്രശസ്ത കൃതിയാണ് ലൂസിയാഡ്സ്. ജോൺ മിൽട്ടൻ്റെ കാവ്യമാണ് പാരഡൈസ് ലോസ്റ്റ്. അപ്പോൾ ഇവരെല്ലാം തന്നെ നവോത്ഥാന കാലത്ത് ജീവിച്ചിരുന്ന കവികളാണ്. പെട്രാർക്കിൻ്റെ പ്രശസ്ത കൃതിയാണ് സീക്രട്ടം, ലോറയ്ക്കുള്ള 200-ൽ പരം ഗീതികൾ. പോർച്ചുഗൽ നവോത്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് അറിയപ്പെടുന്നത് ആരാണ്? കമീനാണ്. കമീൻ്റെ പ്രശസ്ത കൃതിയാണ് ലൂസിയാഡ്. പിന്നെ മറ്റൊരു കവിയാണ് ജോൺ മിൽട്ടൺ. അദ്ദേഹത്തിൻ്റെ കാവ്യമാണ് പാരഡൈസ് ലോസ്റ്റ്. ഫ്രാൻസിസ് ബേക്കറിൻ്റെ കൃതിയാണ് നോവം ഓർഗാനം ന്യൂ അറ്റ്ലാന്റിസ്. കെപ്ലറുടെ പ്രശസ്തമായ ഗ്രന്ഥമാണ് ഹാർമണീസ് ഓഫ് ദി വേൾഡ്. പ്രകൃതി ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് പ്ലിനി. ഡിറ്റ്സൻ്റെ പ്രധാന രചനകളാണ് ഇസബെല്ല, ചാൾസ് വി വീനസ്.
അപ്പോൾ ഫ്രാൻസിസ് ബേക്കൻ്റെ കൃതിയാണ് നോവം മോർഗാനം ന്യൂ അറ്റ്ലാന്റിസ്. കെപ്ലറുടെ പ്രശസ്തമായ ഗ്രന്ഥമാണ് ഹാർമണീസ് ഓഫ് ദി വേൾഡ്. പ്രകൃതി ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? പ്ലീനിയാണ്. ട്വിറ്റ്സൻ്റെ പ്രധാന രചനയാണ് ഇസബെല്ല, ചാൾസ് വി, വീനസ് എന്നിവ. പെട്രാർക്കിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്നു ബൊക്കാച്ചിയോ. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1313 മുതൽ 1371 വരെയാണ്. ദക്കമാറൻ കഥകൾ രചിച്ചത് ബൊക്കാച്ചിയോയാണ്. 100 കഥകളുടെ സമാഹാരമാണ് ദക്കമാറൻ കഥകൾ. നവോത്ഥാനം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച പുസ്തകം ഹിസ്റ്ററി ഓഫ് ഫ്രാൻസ് ആണ്. അപ്പോൾ പെട്രാക്കിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്നു ബൊക്കാച്ചിയോ. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1313 മുതൽ 1371 വരെയാണ്. ദക്കമാറൻ കഥകൾ രചിച്ചത് ബൊക്കാച്ചിയോയാണ്. ഇത് 100 കഥകളുടെ സമാഹാരമാണ്. നവോത്ഥാനം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച പുസ്തകം ഹിസ്റ്ററി ഓഫ് ഫ്രാൻസിലാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നവോത്ഥാന കാലത്തെ കലയെക്കുറിച്ചാണ്. നവോത്ഥാന കലയിൽ ഏറ്റവും ശ്രദ്ധേയമായ കല ചിത്രകലയാണ്. നവോത്ഥാന കാലഘട്ടത്തിൽ പ്രസിദ്ധനായ ചിത്രകാരനാണ് ലിയനാർഡോ ഡാവിഞ്ചി. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1452 മുതൽ 1519 വരെയാണ്. അപ്പോൾ നവോത്ഥാന കലയിൽ ഏറ്റവും ശ്രദ്ധേയമായ കല എന്താണ്? ചിത്രകലയാണ്. നവോത്ഥാന കാലഘട്ടത്തിലെ പ്രസിദ്ധനായ ചിത്രകാരനാണ് ലിയനാർഡോ ഡാവിഞ്ചി. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1452 മുതൽ 1519 വരെയാണ്. അന്ത്യ അത്താഴം, മൊണാലിസ എന്നീ പ്രസിദ്ധ ചിത്രങ്ങളുടെ സൃഷ്ടാവ് ലിയനാർഡോ ഡാവിഞ്ചിയാണ്. ഡാവിഞ്ചി മൊണാലിസ എന്ന ചിത്രം വരച്ചത് 1503നും 1505നും ഇടയിലാണെന്ന് കരുതപ്പെടുന്നു. സസ്യശാസ്ത്രം മുതൽ ശരീരഘടനാശാസ്ത്രം വരെയും ഗണിതശാസ്ത്രം മുതൽ കല വരെയുമുള്ള വ്യത്യസ്ത മേഖലകളിൽ എല്ലാം വിസ്മയകരമാം വിധം നിറഞ്ഞു നിന്ന ഡാവിഞ്ചിയുടെ സൃഷ്ടിയാണ് ഈ സ്വരേഖാ ചിത്രം. അപ്പം അന്ത്യത്താഴം, മൊണാലിസ എന്നീ പ്രശസ്തമായ ചിത്രകലയുടെ സൃഷ്ടാവ് ഡാവിഞ്ചിയാണ്. മൊണാലിസ ഇദ്ദേഹം വരച്ചു എന്ന് കരുതപ്പെടുന്നത് 1503നും 1505നും ഇടയിലാണെന്ന് കരുതപ്പെടുന്നു. പറക്കാൻ കഴിയുക എന്നത് അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. പറക്കുന്ന പക്ഷികളെ ദീർഘകാലം നിരീക്ഷിച്ച് അദ്ദേഹം ഒരു പറക്കൽ യന്ത്രത്തിന് രൂപം നൽകിയിരുന്നു. ലിയനാർഡോ ഡാവിഞ്ചി പരീക്ഷണങ്ങളുടെ ശിഷ്യൻ എന്നാണ് അദ്ദേഹം പേരെഴുതി ഒപ്പുവെച്ചിരുന്നത്. അപ്പോൾ എന്തെന്നാണ് അദ്ദേഹം പേരെഴുതി ഒപ്പുവെച്ചിരുന്നത്? ലിയനാർഡോ ഡാവിഞ്ചി പരീക്ഷണങ്ങളുടെ ശിഷ്യൻ. മൊണാലിസയുടെ ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം പാരീസിലെ ലിവ്ർ മ്യൂസിയത്തിലാണ്. അപ്പോൾ മൊണാലിസയുടെ ചിത്രം സൂക്ഷിക്കുന്നത് എവിടെയാണ്? പാരീസിലെ ലിവ്ർ മ്യൂസിയത്തിലാണ് മൊണാലിസ എന്ന് പറയുന്ന ചിത്രം സൂക്ഷിച്ചിരിക്കുന്നത്. ആവിയന്ത്രം, അന്തർവാഹിനി, വിമാനം എന്നിവ ഭാവനയിലൂടെ ആദ്യമായി വരച്ച ചിത്രകാരനാണ് ഡാവിഞ്ചി. അപ്പം ആവിയന്ത്രവും അന്തർവാഹിനിയും വിമാനവും ഭാവനയിലൂടെ ആദ്യമായി വരച്ചത് ആരാണ്? ഡാവിഞ്ചിയാണ്. അവസാനമായി കണ്ടെത്തിയ ഡാവിഞ്ചിയുടെ ചിത്രമാണ് യങ് ഗേൾ പ്രൊഫൈൽ ഇൻ റിനൈസൻസ് ഡ്രസ്. ഈ ചിത്രം 2009 പാരീസിൽ നിന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ അവസാനമായി കണ്ടെത്തിയ ഡാവിഞ്ചിയുടെ ചിത്രം ഏതാണ്? യങ് ഗേൾ പ്രൊഫൈൽ ഇൻ റിനൈസൻസ് ഡ്രസ്. ഈ ചിത്രം 2009 പാരീസിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഭൂമി ഗോളാകൃതിയാണെന്നും അത് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രബിന്ദു അല്ല എന്നും ഇദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ഇദ്ദേഹം ജ്യോതിശാസ്ത്രത്തെ പിന്തുണയ്ക്കുകയും ജ്യോതിഷത്തെ തിരസ്കരിക്കുകയും ചെയ്തിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മറ്റു പ്രസിദ്ധമായ ചിത്രങ്ങളാണ് കന്യാമറിയം, ക്രിസ്തുവിൻ്റെ മാമോദീസ, ദി അർണോ വാലി, ബാറ്റിൽ ഓഫ് കാസ്റ്റിനോ എന്നിവ. അപ്പോൾ ലിയനാർഡോ ഡാവിഞ്ചിയുടെ പ്രശസ്തമായ മറ്റു ചിത്രങ്ങളാണ് കന്യാമറിയം, ക്രിസ്തുവിൻ്റെ മാമോദീസ, ദി അർണോ വാലി, ബാറ്റിൽ ഓഫ് കാസ്റ്റിനോ. ഫെയറി ക്യൂൻ എന്ന ഗ്രന്ഥം രചിച്ചത് എഡ്മണ്ട് സ്പെൻസർ ആണ്. അപ്പോൾ ഫെയറി ക്യൂൻ എന്ന ഗ്രന്ഥം ആരുടേതാണ്? എഡ്മണ്ട് സ്പെൻസറുടേതാണ്. നവോത്ഥാന കാലത്ത് ജീവിച്ചിരുന്ന പ്രശസ്തനായ മറ്റൊരു കലാകാരനാണ് മൈക്കൽ ആഞ്ചലോ. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1475 മുതൽ 1564 വരെയാണ്. അന്ത്യവിധി വത്തിക്കാനിലെ സിസ്റ്റൈൻ പള്ളിയുടെ മച്ചിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അപ്പം അന്ത്യവിധി എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? വത്തിക്കാനിലെ സിസ്റ്റൈൻ പള്ളിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഏറ്റവും മഹാനും ഏറ്റവും ശോകാകുലനുമായ കലാകാരൻ എന്ന് വിൽ ഡ്യൂറന്റ് വിശേഷിപ്പിച്ചത് ആരെയാണ്? മൈക്കൽ ആഞ്ചലോനെയാണ്. മൈക്കൽ ആഞ്ചലോയുടെ പ്രസിദ്ധമായ ശില്പങ്ങളാണ് പിയാത്ത, ദാവീദ്, മോസസ് എന്നിവ. അപ്പം മൈക്കൽ ആഞ്ചലോയുടെ പ്രശസ്തമായ ചിത്രമാണ് അന്ത്യവിധി. അന്ത്യവിധി സൂക്ഷിച്ചിരിക്കുന്നത് വത്തിക്കാനിലെ സിസ്റ്റൈൻ പള്ളിയിലാണ്. ഏറ്റവും മഹാനും ഏറ്റവും ശോകാകുലനുമായ കലാകാരൻ എന്ന് വിൽ ഡ്യൂറന്റ് വിശേഷിപ്പിച്ചത് ആഞ്ചലോയിനെയാണ്. മൈക്കൽ ആഞ്ചലോയുടെ പ്രസിദ്ധമായ ശില്പങ്ങളാണ് പിയാത്ത, ദാവീദ്, മോസസ് എന്നിവ.
ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മറ്റു ചിത്രങ്ങളാണ് വിലക്കപ്പെട്ട കന്നി, ദ സ്റ്റാച്യു ഓഫ് ഡേവിഡ്, ദ മഡോണ ഓഫ് സ്റ്റെയേഴ്സ്, മഡോണ ആൻഡ് ചൈൽഡ്. അപ്പോൾ ഏതെല്ലാമാണ് വിലക്കപ്പെട്ട കന്നി, ദ സ്റ്റാച്യു ഓഫ് ഡേവിഡ്, ദ മഡോണ ഓഫ് സ്റ്റെയേഴ്സ്, മഡോണ ആൻഡ് ചൈൽഡ്. മറ്റൊരു കലാകാരനാണ് ഡൊണാത്തല്ല. ഡൊണാത്തല്ലയുടെ പ്രസിദ്ധമായ ശില്പങ്ങളാണ് ഘട്ടമെലാത്ത. ഘട്ടമെലാത്ത അശ്വാരൂഢ പ്രതിമയാണ്. പിന്നെ പീറ്റർ പുണ്യവാളൻ, മാർ പുണ്യവാളൻ. റാഫേലിൻ്റെ പ്രസിദ്ധ ചിത്രങ്ങളാണ് ജോർജ് പുണ്യവാളനും ഡ്രാഗനും, ഡിസ്പ്യൂട്ട, ഏതൻസിലെ വിദ്യാലയം, മഡോണ. ഇറ്റലിയിലെ ഫ്ലോറൻസിൽ പെർദിയാസ് എന്ന ശില്പം നിർമ്മിച്ചത് ബെൻവെനൂറ്റോ ചെല്ലിനി. ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ രൂപകൽപ്പന ചെയ്തത് ലോറൻസെരാ ഗിബാർട്ടി ആണ്. അപ്പോൾ റാഫേലിൻ്റെ പ്രസിദ്ധ ചിത്രങ്ങളാണ് ഏതെല്ലാമാണ് ജോർജ് പുണ്യവാളനും ഡ്രാഗനും, ഡിസ്പ്യൂട്ട, ഏതൻസിലെ വിദ്യാലയം, മഡോണ എന്നിവ. ഇറ്റലിയിലെ ഫ്ലോറൻസിൽ പെർദിയാസ് എന്ന ശില്പം നിർമ്മിച്ചത് ബെൻവെനൂറ്റോ ചെല്ലിനിയാണ്. ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ലോറൻസെരാ ഗിബാർട്ടിയാണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം നോക്കിക്കൊണ്ടിരുന്നത് നവോത്ഥാന കലയെക്കുറിച്ചാണ്. ഈ പറഞ്ഞ ഭാഗം എല്ലാവർക്കും നല്ലോണം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് നവോത്ഥാന കാലത്തെ ശാസ്ത്രത്തെക്കുറിച്ചാണ്. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്ന ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട കാലഘട്ടമാണ് നവോത്ഥാന കാലഘട്ടം. സൗരകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിക്കപ്പെട്ട കാലഘട്ടം നവോത്ഥാന കാലഘട്ടമാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്ന ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു. സൗരകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് നവോത്ഥാന കാലഘട്ടത്തിലാണ്. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് പ്രഖ്യാപിച്ച ശാസ്ത്രജ്ഞനാണ് കോപ്പർനിക്കസ്. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് ദീർഘവൃത്താകൃതിയിലാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് കെപ്ലർ. ആകാശത്തിൻ്റെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കെപ്ലറാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് പ്രഖ്യാപിച്ച ശാസ്ത്രജ്ഞനാണ് കോപ്പർനിക്കസ്. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് ദീർഘവൃത്താകൃതിയിലാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കെപ്ലറാണ്. കെപ്ലറിനെ ആകാശത്തിൻ്റെ നിയമജ്ഞൻ എന്നാണ് അറിയപ്പെടുന്നത്. ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ടോളമിയാണ്. ദൂരദർശിനിയുടെ രൂപരേഖ ആദ്യമായി തയ്യാറാക്കിയത് ഹാൻസ് ലിപ്പർഷെയാണ്. ജ്യോതിശാസ്ത്ര നിരീക്ഷണത്തിനായി ദൂരദർശിനി ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഗലീലിയോ ഗലീലിയാണ്. ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ടോളമിയാണ്. ദൂരദർശിനിയുടെ രൂപരേഖ ആദ്യമായി തയ്യാറാക്കിയത് ഹാൻസ് ലിപ്പർഷെയാണ്. ജ്യോതിശാസ്ത്ര നിരീക്ഷണത്തിനായി ഈ ദൂരദർശിനി ആദ്യമായി ഉപയോഗിച്ചത് ഗലീലിയോ ഗലീലിയാണ്. പെൻഡുലത്തിൻ്റെ തത്വം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലിയാണ്. ഗലീലിയോയുടെ പ്രശസ്ത ഗ്രന്ഥങ്ങളാണ് രണ്ട് പുതിയ ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള പ്രശ്നോത്തരം, നക്ഷത്ര സന്ദേശവാഹകർ എന്നിവ. ലോഗരിതം ടേബിൾ കണ്ടെത്തിയത് ജോൺ നേപ്പിയർ ആണ്. അപ്പോൾ പെൻഡുലത്തിൻ്റെ തത്വം കണ്ടെത്തിയത് ഗലീലിയോ ഗലീലിയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് രണ്ട് പുതിയ ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള പ്രശ്നോത്തരം, നക്ഷത്ര സന്ദേശവാഹകർ. ലോഗരിതം ടേബിൾ കണ്ടെത്തിയത് ആരാണ്? ജോൺ നേപ്പിയർ ആണ്. ജോഹാൻ ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ച വർഷം 1439 ജർമ്മനിയിലാണ്. വിജ്ഞാനത്തിൻ്റെ വ്യാപനത്തിന് വലിയ സംഭാവന നൽകിയ കണ്ടുപിടുത്തമായിരുന്നു അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം. ഗുട്ടൻബർഗ് ബൈബിൾ പുറത്തിറക്കിയത് 1454 1455 ഇടയിലാണെന്ന് കരുതപ്പെടുന്നു. അപ്പം ജോഹാൻസ് ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് എന്നാണ്? 1439 ജർമ്മനിയിലാണ്. വിജ്ഞാനത്തിൻ്റെ വ്യാപനത്തിന് വലിയ സംഭാവന നൽകിയ കണ്ടുപിടുത്തമായിരുന്നു അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം. ഗുട്ടൻബർഗ് ബൈബിൾ പുറത്തിറക്കിയെന്ന് വിശ്വസിക്കപ്പെടുന്ന കാലഘട്ടം 1454 1455 ഇടയിലാണ്. വിജ്ഞാനത്തിൻ്റെ പുരോഗതി എന്ന ഗ്രന്ഥം രചിച്ചത് ഫ്രാൻസിസ് ബേക്കറാണ്. തെർമോമീറ്റർ നിർമ്മിച്ചത് ഗലീലിയോയാണ്. ആധുനിക രീതിയിലുള്ള തെർമോമീറ്റർ നിർമ്മിച്ചത് ഫാരൻഹീറ്റാണ്. ബാരോമീറ്റർ നിർമ്മിച്ചത് ടോറിസെല്ലിയാണ്. ഇപ്പോൾ വിജ്ഞാനത്തിൻ്റെ പുരോഗതി എന്ന ഗ്രന്ഥം ആരുടേതാണ്? ഫ്രാൻസിസ് ബേക്കറിൻ്റെയാണ്. തെർമോമീറ്റർ നിർമ്മിച്ചത് ഗലീലിയോ ആണ്. ആധുനിക രീതിയിലുള്ള തെർമോമീറ്റർ നിർമ്മിച്ചത് ഫാരൻഹീറ്റാണ്. ബാരോമീറ്റർ നിർമ്മിച്ചത് ടോറിസെല്ലിയാണ്. സർ ഐസക് ന്യൂട്ടൺ ചലന നിയമവും ഗുരുത്വാകർഷണ നിയമവും ആവിഷ്കരിച്ചത് നവോത്ഥാന കാലത്താണ്. മനുഷ്യശരീരത്തിലെ രക്തചംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവിയാണ്. ഇത് നടന്നത് നവോത്ഥാന കാലത്ത് തന്നെയാണ്. മനുഷ്യശരീരത്തിലെ ഘടനയെക്കുറിച്ചുള്ള ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് ബസൂലിയാസ് ആണ്. വെടിമരുന്ന് വടക്കുനോക്കി യന്ത്രം നവോത്ഥാന കാലത്തുള്ള കണ്ടുപിടുത്തമാണ്. അപ്പം സർ ഐസക് ന്യൂട്ടൺ ചലന നിയമവും ഗുരുത്വാകർഷണ നിയമവും കണ്ടുപിടിച്ചത് നവോത്ഥാന കാലത്താണ്. മനുഷ്യശരീരത്തിലെ രക്തചംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവിയാണ്. മനുഷ്യശരീരത്തിലെ ഘടനയെക്കുറിച്ചുള്ള ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് ബസൂലിയാസ് ആണ്. വെടിമരുന്നും വടക്കുനോക്കി യന്ത്രവും കണ്ടുപിടിച്ചത് നവോത്ഥാന കാലത്താണ്.
സസ്യങ്ങളെയും ജീവികളെയും ഇരട്ട നാമകരണ രീതി ആവിഷ്കരിച്ചതാരാണ്? കാൾ ലിനേഴ്സാണ്. ഇത് നടന്നത് നവോത്ഥാന കാലത്താണ്. നവോത്ഥാന കാലത്ത് ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു വാസ്തുശില്പിയാണ് ബ്രൂണലെസ്കി. ഇദ്ദേഹം ഗ്രീക്കോ റോമൻ വാസ്തുശില്പി രീതിയിലാണ് നിർമ്മിതികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രലും സെൻറ്റ് മാർക്ക് കത്തീഡ്രലും ഇദ്ദേഹത്തിൻ്റെ വാസ്തുശില്പി പ്രകാരം നിർമ്മിച്ചവയാണ്. അപ്പം നവോത്ഥാന കാലത്ത് ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു വാസ്തുശില്പിയാണ് ബ്രൂണലെസ്കി. ഇദ്ദേഹം ഗ്രീക്കോ റോമൻ രീതിയിലാണ് നിർമ്മാണങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇദ്ദേഹം നിർമ്മിച്ചതാണ് സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ, സെൻറ്റ് മാർക്ക് കത്തീഡ്രൽ. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് നവോത്ഥാന കാലത്തെക്കുറിച്ചാണ്. പഠിപ്പിച്ച കാര്യം എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം. അടുത്ത വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.